ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ആസ്വദിച്ചൊരു ഊണിനോളം വരില്ല മറ്റൊന്നും എന്നാണ് പഴമക്കാർ പറയുന്നത്. ഒട്ടും തന്നെ ആഡംബരങ്ങളില്ലാത്ത എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ആരോഗ്യകരമായ ഒരു നാടൻ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറിക്കൂട്ടങ്ങളൊന്ന് നോക്കാം. ആദ്യം നമുക്ക് മീനൊന്ന് മസാല പുരട്ടി വെക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രാഞ്ഞിലാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 തണ്ട് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, 3 ചെറിയ പീസ് ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ചെറിയ പീസ് കുടംപുളി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ മസാല കഴുകി വൃത്തിയാക്കി വരഞ്ഞ മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മീനിൽ ഈ മസാല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ്. മീൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു വെണ്ടക്ക മെഴുക്കുവരട്ടി റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി നുറുക്കിയത് കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. പിന്നെ ചേർക്കേണ്ടത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 1/2 സവാളയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് നന്നായിട്ട് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് വഴറ്റുക. കൂടെ തന്നെ ഒരു കളറിന് വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അതും വഴറ്റി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഒരു 150 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ഉള്ളിക്കൂട്ടിലേക്ക് നന്നായി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുരുമുളക് പൊടി വെണ്ടയ്ക്കയിലേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണവുമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക മെഴുക്കുവരട്ടിയും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല കളർഫുള്ളും രുചിയേറിയതുമായിട്ടുള്ള ഒരു ക്യാരറ്റ് തോരൻ റെഡിയാക്കി എടുക്കാം. അതിനായി 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. തോരന് വേണ്ടി 2 ചെറിയ പിടി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനൊപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം ചേർത്ത് കൊടുക്കുക. തോരൻ വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഒന്ന് കുറച്ച ശേഷം എല്ലാം സെൻറ്ററിലേക്കാക്കി മൂടി വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കണം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ ക്യാരറ്റ് തോരനും റെഡി ആയിട്ടുണ്ട്. അടുത്തതായി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീനിലെല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഓരോന്നും നിരത്തി കൊടുക്കുക. 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 2 സൈഡും നന്നായി മൊരിഞ്ഞു വരുമ്പോൾ ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റുക. അങ്ങനെ പൊരിച്ച മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. ഇതിനായി അധികം വെള്ളം ചേർക്കാതെ മോര് അടിച്ചെടുക്കുക. കുറച്ച് കട്ടിയുള്ള മോരാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് തരുന്നത്. ഇനി ഈ മോരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുക. ഇനി ഇതിന് വേണ്ട കുറച്ച് ഐറ്റംസ് ഒന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇത്രയും റെഡിയാക്കി വെക്കണം. ഒരു ചീനച്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ആദ്യം വഴറ്റിയെടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കുക. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഈ സമയം കുറച്ച് മാത്രം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഈ താളിച്ചത് മോരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ മോര് കറിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് സ്വാദിഷ്ടമായ ഉച്ചയൂണ് വിളമ്പാം. അതിനായിട്ട് നല്ല ചൂടൻ മട്ടേരി ചോറ്, ക്യാരറ്റ് തോരൻ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, മീൻ പൊരിച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് സവാള നീളത്തിലരിഞ്ഞത്, മോര് കറി, ഈന്തപ്പഴം നാരങ്ങ അച്ചാറ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.